നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPM ചേർപ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. ഈ മാസം 5, 6, 7, 8 തീയതികളിലാണ് സമ്മേളനം. അവണിശ്ശേരി പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആറാട്ടുപുഴ പെരുമ്പള്ളിശ്ശേരി യൂണിറ്റുകളുടെ 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CPM ചേർപ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. ഈ മാസം 5, 6, 7, 8 തീയതികളിലാണ് സമ്മേളനം. സമ്മേളനം നടക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിലെ 24 ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. സമ്മേളന നഗറിൽ 24ാം പാർട്ടി കോൺഗ്രസിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് 24 പതാകകൾ ഉയർത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും സംഘാടക സമിതി ഭാരവാഹികളും പതാകകൾ ഉയർത്തി. PR വർഗീസ്, AS ദിനകരൻ, KK അനിൽ, P ചന്ദ്രൻ, സെബി ജോസഫ്, KS മോഹൻദാസ്, K ശശിധരൻ മാസ്റ്റർ, KP പ്രസാദ്, KK മോഹനൻ, CS സംഗീത്, VG വനജകുമാരി എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പാർട്ടി ചെറുതാണ്, വലിയ പാർട്ടിയൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ഉയർത്തിവരുന്ന ആശയങ്ങളുടെ മഹത്തരമാണ്. ഈ ആശയങ്ങളാണ് ഇന്ത്യയിലെ ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ മണ്ഡലത്തിൽ നിർണായകമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ ആശയമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇവിടെ അവണിശ്ശേരി പഞ്ചായത്തിൽ ഈ ആനക്കല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം ചേരാൻ പോകുന്നു. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വരുന്ന 5, 6, 7 തീയതികളിൽ ഈ പ്രദേശം ആകെ രാഷ്ട്രീയമായ ചർച്ചകൾ കൊണ്ട് മുഖരിതമാകാൻ പോവുകയാണ്. ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാരൊക്കെ സംഭരിച്ചുകൊണ്ട് ഇന്ന് ഈ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ശക്തമായി ചർച്ച ചെയ്യും. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു സംശയവും വേണ്ട, രാജ്യം നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, ഈ രാജ്യം നേരിടുന്ന വർഗീയവാദികളുടെ, വർഗീയ കോമരങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ മതനിരപേക്ഷതയെ തുരങ്കം വയ്ക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ പിച്ചിക്കാൻ ശ്രമിക്കുന്ന കാവ്യക്കൂട്ടത്തിന്റെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ സമ്മേളനം ഒന്നുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള ഫെഡറൽ സംവിധാനം പിച്ചി ചീന്തുന്ന ഭരണാധികാരികളാണ് കേന്ദ്രത്തിലുള്ളത്. അതിന് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച വയനാട് പോലും തിരിഞ്ഞു നോക്കാത്ത, മുഴുവൻ ഫെഡറൽ സംവിധാനം തകിടം മറിക്കുന്ന കേന്ദ്ര ഭരണാധികാരികളുടെ വളരെ വില കുറഞ്ഞ ജനവിരുദ്ധമായ ആ സമീപനത്തിലുള്ള പോരാട്ടം, അതിന്റെ സന്ദേശമാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. അവണിശ്ശേരി പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ, അംഗങ്ങളായ രമണി നന്ദകുമാർ, NB ശ്രീജിത്ത്, KA പ്രദീപ്, സായ രാമചന്ദ്രൻ, AR രാജ, ജോയ് പയ്യപ്പിള്ളി, കോർഡിനേറ്റർ അങ്കിരസ്, സംഘാടകരായ T പ്രവിത, സുജിത V സുലൈമാൻ, നീനു തിലക്, രാജേശ്വരി, OB ശ്രുതി, വിനോദ് കുമാർ, VS രഞ്ജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്യിലൊരു മാതൃക കണ്ടുമായി അതുവഴി വന്നോ നന്ദിനി. Salude
ടൈലേഴ്സ് അസോസിയേഷൻ ആറാട്ടുപുഴ പെരുമ്പള്ളിശ്ശേരി യൂണിറ്റുകളുടെ 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡേസൺ ഉദ്ഘാടനം ചെയ്തു. AKT എന്ന സംഘടന വർഷാവർഷങ്ങളിൽ നമ്മൾ നടത്തിവരുന്ന ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളനം. 2 വർഷം നമ്മൾ കൺവെൻഷൻ നടത്തി, 3ാമത്തെ വർഷമാണ് നമ്മൾ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഈ സമ്മേളന ദിവസത്തിൽ നമ്മൾ നമ്മുടെ യൂണിറ്റിലെ വരവ് ചെലവ് കണക്കുകളും അതുപോലെ തന്നെ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുവാൻ തക്ക രീതിയിൽ അത്രയ്ക്കും സുതാര്യമായ രീതിയിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ നമ്മൾ സ്വരൂപിച്ചും കൊണ്ട് നമ്മൾ ആരംഭിച്ച നമ്മുടെ ഓരോ കുടുംബത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും 1 രൂപ എന്ന ക്രമത്തിൽ തുടങ്ങി നമുക്ക് സ്വാന്തന പദ്ധതിയിലൂടെ അനവധി ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലേക്ക് ഇന്ന് നമ്മുടെ സംഘടന വളർന്നു കഴിഞ്ഞു. ഏരിയ സെക്രട്ടറി ടി എ ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ, AV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ യൂണിറ്റ് പ്രസിഡന്റായി സുമതിയെയും സെക്രട്ടറിയായി ജയശ്രീയെയും ട്രഷററായി സുലജ സദനെയും 21 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഗീതാ സുധീന്ദ്രനാണ് പെരുമ്പള്ളിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ്. സെക്രട്ടറിയായി ഷൈനി സുബ്രഹ്മണ്യനെയും ട്രഷററായി പ്രീതിയെയും 17 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അവണിശ്ശേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതും. എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞതാണ്. വേണ്ടപ്പെട്ടൊരു ആവർത്തനം വേണ്ട എന്നാണ് ചോദ്യം. ചില കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ കിടക്കാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതേത് എന്നാണ്, ആരായിരുന്നു ആ വനിതാ പ്രധാനമന്ത്രി? അപ്പം നമ്മൾ ആലോചന ആരായിരുന്നു? ഇതൊക്കെ പൊതുവെ നമ്മുടെ PSC പരീക്ഷയിലൊക്കെ വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ആരായിരുന്നു അന്നത്തെ വനിതാ പ്രധാനമന്ത്രി? നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന ചോദ്യം ചോദിച്ചത്. ആരായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്? കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് അഭിനന്ദനങ്ങൾ സദസ്സുകളിൽ പങ്കെടുത്ത ആളുകളാണ് നിങ്ങളെല്ലാവരും ഒന്നും അറിയാം. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് നേട്ടങ്ങള് ഉണ്ടാക്കിയവരെ, വലിയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയവരെ ഒക്കെ അഭിനന്ദിക്കുക എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല തലങ്ങളിൽ നിങ്ങളിലേക്ക് അടുത്ത് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ പഞ്ചായത്തിന്റെ ഔദ്യോഗികമായിട്ട് ഒരു പ്രോഗ്രാം വെച്ച് ഫുൾ A+ കിട്ടിയ എല്ലാവരെയും അഭിനന്ദിക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കൊല്ലവും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VI ജോൺസൺ, നിത്യ ജയരാജൻ, വൃന്ദ ദിനേശ്, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, സെക്രട്ടറി N പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സൗന്ദര്യത്തിന് വശ്യ ചാരുതയേകാൻ പാലിശ്ശേരിയിൽ ബ്യൂട്ടി സ്പോട്ട് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമായി പാലിശ്ശേരി ശരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ തിരുവോണം ബിൽഡിംഗിലാണ് ബ്യൂട്ടി സ്പോട്ട് പ്രവർത്തനം തുടങ്ങിയത്. നിങ്ങളിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇനി മാറി ചിന്തിക്കട്ടെ. വശ്യതയാർന്ന സൗന്ദര്യം വിടർത്താൻ ബ്യൂട്ടി സ്പോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
ത്രെഡിംഗ്, ഹെയർ കട്ട്, ബ്ലോ ഡ്രൈ, ലൈറ്റ് മേക്കപ്പ്, ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, കളറിംഗ്, ഫേഷ്യൽസ്, ബ്ലീച്ച്, ക്ലീനപ്പ്, വാക്സിംഗ്, ഹെയർ അയണിംഗ്, ഇയർ പിയേഴ്സിംഗ്, ഹെന്ന, ഡൈ, ഡാൻഡ്രഫ് ഓയിൽ മസാജിംഗ്, ഓറഞ്ച് ഗാൽവാനിക് ട്രീറ്റ്മെന്റ് തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾ ഉത്തരവാദിത്തത്തോടെയും മികച്ച ഗുണമേന്മയോടെയും ചെയ്തു നൽകുന്നു. ഒപ്പം നിങ്ങളുടെ വിവാഹ സുദിനം കൂടുതൽ സുന്ദരമാക്കാൻ ആകർഷകമായ നിരക്കിൽ ബ്രൈഡൽ മേക്കപ്പും ബ്യൂട്ടി സ്പോട്ടിൽ നിന്നും ലഭ്യമാണ്. പാലശ്ശേരി ശെരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ തിരുവോണം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ബ്യൂട്ടി സ്പോട്ട് ബ്യൂട്ടി പാർലർ അവിൻശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഭദ്ര തുമ്പയിൽ, മകൻ സജീവ് കുമാർ, ഭാര്യ സവിത എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. ഹ്യൂമൻ ടു യൂണിസെക്സ് സലൂൺ ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ സഹോദര സ്ഥാപനമാണ് ബ്യൂട്ടി സ്പോട്ട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് തൃശൂർ ബ്രാഞ്ചിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 തുടക്കമായി. ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് ശ്രദ്ധിക്കണേ, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് എന്നുള്ളത്. എല്ലാവരും അൾട്ടിമേറ്റ്ലി കൊതിക്കുന്നത് ലവിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനായാലും വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോ എന്താ പറയുക, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു സ്വാഗതം, അതൊക്കെ ഒരു ലവാണ്. സോ താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്ത ബട്ടർഫ്ലൈ ഡയമണ്ട്സ് വളരെ വലിയ വിജയമായി മാറട്ടെ. എന്നെ തുടക്കങ്ങൾ എന്നും എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. ആ ഒരു തുടക്കത്തിന്റെ ഭാഗമാവാൻ എനിക്കൊരു അവസരം തന്നതിൽ എന്റെ മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് മാറ്റിവെച്ച് നമുക്കൊന്ന് കൂട്ടായ്മയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ CP അനിൽ, സോണൽ മാനേജർ ബിജു ജോർജ്, ഗ്രൂപ്പ് PRO ജോജി എന്നിവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ മാസത്തില് ബട്ടർഫ്ലൈ ഡയമണ്ട്സിന്റെ സീസൺ 4 അതിന്റെ ഇനോഗ്രേഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. പിന്നെ ബട്ടർഫ്ലൈ ഡയമണ്ട്സ് ഓരോ വർഷം ചെല്ലുന്നത് കൂടുതൽ മികവുറ്റതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉപഭോക്താക്കൾക്കായിട്ട് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡയമണ്ട്സ് വാങ്ങുമ്പോൾ തന്നെ 50% വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും. ഇതിൽ മഹീന്ദ്ര കാർ, സ്കൂട്ടർ, അങ്ങനെ ഗൃഹോപകരണങ്ങൾ നിരവധി പ്രൈസുകൾ ബട്ടർഫ്ലൈ ഡയമണ്ട്സുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക്. മാത്രമല്ല, പർച്ചേസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് 10 ലക്ഷം രൂപ വരെ അഡീഷണൽ ആയിട്ട് പ്രൈസ് കിട്ടാനായിട്ടുള്ള ടിയുടെ ലക്കി ഡ്രോ ടിക്കറ്റും ഓരോ പർച്ചേസിനും ഒപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. ലോകോത്തര ഡിസൈനുകളിലുള്ള വൈവിധ്യമാർന്ന ആഭരണ കളക്ഷൻസ് ആണ് ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് തൃശൂർ ബ്രാഞ്ച് മാനേജേഴ്സായ PC പ്രമോദ്, റെനോ റോയ്, ബാബു എന്നിവർ ആശംസകൾ അറിയിക്കുകയും ഉപഹാരം കൈമാറുകയും ചെയ്തു. ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ എക്സിബിഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടാണ് ഈ ഓഫറിന്റെ ഭാഗമായി തൃശൂർ ബ്രാഞ്ചിൽ ഒരുക്കിയിരിക്കുന്നത്. ബമ്പർ സമ്മാനമായി മഹീന്ദ്ര ധാരാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ സ്വർണ്ണ നാണയങ്ങളും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭിക്കുന്നതാണ്. അഖില കേരള എഴുത്തച്ഛൻ സമാജം പെരുമ്പിളിശ്ശേരി ശാഖ വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞ ഹരിമാഷ് ഉദ്ഘാടന സ്വാഗത പ്രസംഗത്തില് ശാഖാ പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച കാരണം ഞാൻ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ മാഷ് പറഞ്ഞ ഈ റോഡ് പണിയുമായ വിഷയത്തിൽ പഞ്ചായത്ത് യോഗം നടക്കുമ്പോൾ കളക്ടറെ കാണാനും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ വാർഡ് മെമ്പറും സമീപ മെമ്പർമാരും വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് നിരവധി തവണ കളക്ടറെ കണ്ട് ഈ വഴിയിലത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നമായാലും പൊടി ശല്യത്തിന്റെ പ്രശ്നങ്ങളായാലും അവതരിപ്പിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഈ റോഡ് പണി ഇത്രയധികം നീണ്ടുപോയിട്ടുള്ളത്. അതിന്റെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ വാർഡ് മെമ്പർമാർ ചെയ്തിട്ടുള്ളതാണെന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. അപ്പോൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇതില് വിദ്യാഭ്യാസ അവാർഡിൽ ഇരിക്കുന്നവർ നമ്മുടെ സമൂഹത്തില് വളരെയധികം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയ കൂട്ടുകെട്ടുകളിൽ ഉൾപ്പെടാതെ നല്ലൊരു പൗരന്മാരായി രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശാഖാ പ്രസിഡന്റ് CG കുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ വിതരണം ചെയ്തു. ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. യുവ സംരംഭകൻ ബിജു രാമൻ മുഖ്യാതിഥിയായിരുന്നു. ഉന്നത വിജയികൾക്കുള്ള ആദരം റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് CK ശങ്കരനാരായണൻ സമ്മാനിച്ചു. VA ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ EV ഉണ്ണികൃഷ്ണൻ, സിനി പ്രദീപ്, ശ്രുതി വിജിൽ, ചേർപ്പ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CA ഗോവിന്ദൻകുട്ടി, KK ശങ്കരൻ, എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി PR ബാബു, ട്രസ്റ്റ് അംഗങ്ങളായ AK ഉണ്ണികൃഷ്ണൻ, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, ശാഖാ സെക്രട്ടറി MK ബാബു, ട്രഷറർ NS ഹരിദാസൻ, ജോയിന്റ് സെക്രട്ടറി PB ശശിധരൻ എന്നിവർ സംസാരിച്ചു. CPM ചേർപ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് കലാസമിതി ബ്രാഞ്ച് കട്ട് പോസ്റ്റ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. KK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാജനൻ കോപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. TT രഞ്ജിത്ത്, വനജകുമാരി, TV മോഹനൻ, CA രാജൻ, അരവിന്ദ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിൽ സ്ഥാപനങ്ങൾക്ക് GST ഏർപ്പെടുത്താനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിന് GST കൌൺസിലിനെ ചുമതലപ്പെടുത്താനുള്ള നീക്കം പിൻവലിക്കുക, ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ESI ആനുകൂല്യം അനുവദിക്കുക, സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡും ലളിതകലാ അക്കാദമി അവാർഡും എല്ലാ വർഷവും ചിട്ടയോടെ സമയക്രമം പാലിച്ചു നടത്തുക, അവാർഡ് തുക ഉയർത്തുക, സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ഫോട്ടോഗ്രാഫി മ്യൂസിയം സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ തൃശൂർ ജില്ലാ സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി, സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CG ടൈറ്റസ്, സജീവ് വസതിനി, KK മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അനിൽ തുമ്പയിൽ, വൈസ് പ്രസിഡന്റുമാരായി സുനിൽ PN, ഷാജി ലെൻസ്മൻ, സെക്രട്ടറിയായി ലിജോ P ജോസഫ്, ജോയിന്റ് സെക്രട്ടറിമാരായി KM സിജോ, AV ജീസൺ, ഖജാൻജിയായി സുനിൽ ബ്ലോക്ക്സ്റ്റോൺ, AC ജോൺസൺ, CG ടൈറ്റസ്, PV ഷിബു, EB ജിതേഷ്, സജീവ് വസതിനി, PV ശിവാനന്ദൻ എന്നിവരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. കാണാതായ ശേഷം തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ സ്വർണ്ണാഭരണം കവർന്ന പേരക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻപീടിക സ്വദേശി 24 വയസ്സുള്ള യദു കൃഷ്ണനെയാണ് തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം
ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് SI K അജിത് അറസ്റ്റ് ചെയ്തത്. മരിച്ച ഓമനയുടെ മകന്റെ മകനാണ് അറസ്റ്റിലായ യദുകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20 വൈകിട്ടാണ് പുത്തൻപീടിക ചുമ്മാർ റോഡ് സ്വദേശി പുളിപ്പറമ്പിൽ ഓമനയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. വൈകിട്ട് 4:30 വരെ വീടിന് പരിസരത്ത് കണ്ടതായി സമീപവാസികൾ പറയുന്നു. 2 ദിവസം പോലീസും ബന്ധുക്കളും നാട്ടുകാരും അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. 3-ാം ദിവസം വൈകിട്ടോടെ പെരിങ്ങോട്ടുകര സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കലുങ്കിനടിയിൽ തോട്ടിൽ വന്നടിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാതിരുന്നത് സംശയത്തിനിടയാക്കി. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമെന്നാണ് രേഖപ്പെടുത്തിയത്. പരാതി ഉയർന്നതിനെ തുടർന്ന് റൂറൽ SP നവനീത് ശർമ്മ അന്വേഷണം ഇരിങ്ങാലക്കുട DYSP KG സുരേഷിനെ ഏൽപ്പിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഓമനയുടെ പേരക്കുട്ടിയായ യദുകൃഷ്ണൻ ഓമനയുടെ നഷ്ടപ്പെട്ട വളകൾ തൃപ്രയാറിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതായി കണ്ടെത്തി. ഇതോടെ ഇയാളുടെ പണമിടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിലുമായിരുന്നു. ഓമനയുടെ മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ബന്ധുക്കളോടൊപ്പം യദുകൃഷ്ണനും ഓമനയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെ അലമാരയിലെ പേഴ്സിൽ കണ്ട 2 വളകൾ ഇയാൾ മോഷ്ടിക്കുകയായിരുന്നുവെന്നും തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പണയം വെക്കുകയായിരുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് പറഞ്ഞത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാത്ത ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് പ്രിൻസിപ്പൽ SI K അജിത്ത്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളായ SI KK പ്രസാദ്, M സുമൽ, M അരുൺകുമാർ, സീനിയർ CPO ES ജീവൻ, CPO KA സുമേഷ്, MM മഹേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPM ചെർപ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. ഈ മാസം 5, 6, 7, 8 തീയതികളിലാണ് സമ്മേളനം. അവണിശ്ശേരി പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആറാട്ടുപുഴ പെരുമ്പള്ളിശ്ശേരി യൂണിറ്റുകളുടെ 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.